നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ ദേവികുളം മണ്ഡലത്തിൽ ആര് UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ നിറയുകയാണ്. 1.5 പതിറ്റാണ്ടിലധികമായി LDFന്റെ കൈവശമുള്ള മണ്ഡലം തിരികെ പിടിക്കാനാണ് UDFന്റെ ശ്രമം. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്ന് UDFന്റെ പ്രതീക്ഷ. അതേസമയം സ്ഥാനാർത്ഥിത്വത്തിനായി നേതാക്കൾ ചരടുവലികളും ആരംഭിച്ചു. പട്ടികജാതി സംവരണ മണ്ഡലമാണ് ദേവികുളം. നിലവിൽ LDFന്റെ കൈവശമാണ് മണ്ഡലമുള്ളത്. LDFനെയും UDFനെയും മാറി മാറി പിന്തുണച്ച ചരിത്രം ദേവികുളം മണ്ഡലത്തിനുണ്ട്. എന്നാൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടോളമായി തുടർച്ചയായി മണ്ഡലം LDF ആണ് നിലനിർത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ ദേവികുളം മണ്ഡലത്തിലും ആര് UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ നിറയുകയാണ്. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. അതേസമയം സ്ഥാനാർത്ഥിത്വത്തിനായി നേതാക്കൾ ചരടുവലികളും ആരംഭിച്ചു. മുൻ MLA AK മണിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച D കുമാറും സ്ഥാനാർത്ഥിത്വത്തിനായി ശ്രമിക്കുന്നുവെന്നാണ് സൂചന. കോൺഗ്രസ് നേതൃത്വം ഇത്തവണ മണ്ഡലത്തിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാൻ തീരുമാനിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ R രാജാറാം, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വട്ടവട സ്വദേശിയുമായ K കൃഷ്ണമൂർത്തി, M മുത്തുരാജ് എന്നിവരിലൊരാൾക്ക് നറുക്കു വീഴാനാണ് സാധ്യത. മണ്ഡലത്തിലേക്ക് സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തുമോ എന്ന കാര്യത്തിലും ആകാംക്ഷയുണ്ട്. ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ UDFന് മികച്ച വോട്ട് നില ലഭിച്ചതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. സിറ്റി വിഷൻ, അടിമാലി.